അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എല്ലാ ദീനി സഹോദരന്മാർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന എല്ലാ സഹോദരന്മാർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പരിശുദ്ധമാക്കപ്പെട്ട റംളാനൊക്കെയാണ് ഇനി വരുന്നത്. അപ്പോൾ എല്ലാവർക്കും പഠിച്ച റബ്ബ് ഖൈറും ബർക്കത്തൊക്കെ നൽകട്ടെ, പുണ്യം നൽകട്ടെ. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നബിയുടെ ഭാര്യയാണ്, സ്വന്തം പെങ്ങള് ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹുമാ. പെങ്ങളോട് പറയാം, അങ്ങനെ പെങ്ങള് നബി തങ്ങളോട് പറഞ്ഞേക്കും. അങ്ങനെ ഒരു രാത്രി അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഞാൻ കിടന്നുറങ്ങി. ഞാൻ റബ്ബിനോട് പറഞ്ഞു, അല്ലാഹുവേ, ഇൻ കുൻത തഅലമു ഫിയ ഖൈറൻ ഫഅരിനി ലൈലത റുയാ. പടച്ചവനെ, എന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെന്ന് നിനക്കറിയുമെങ്കിൽ ഒരു സ്വപ്നം ഒന്ന് കാണിച്ചു തരണം. ഇന്ന് രാത്രി തന്നെ ഒരു സ്വപ്നം കാണിക്കണം. ഫറഅയ്തു, അങ്ങനെ ഞാനെന്ന് സ്വപ്നം കണ്ടത്, അതാനി മലക്കാൻ, രണ്ട് മാലാഖമാർ എന്റെ കൈപിടിച്ച് കൊണ്ടുപോയി. എന്നെ മഹ്ശറയാണ് സമയം, വിചാരണ കഴിഞ്ഞ സമയമാണ്. നരകത്തിനരികത്തേക്ക് എന്നെ കൊണ്ടുപോയി. രണ്ടുപേരും എന്നെ കൈപിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി. ഫറഅയ്തുന്നാർ, ഞാൻ നരകം കണ്ടു. മുഹത്താ, നരകം മൂടിവെക്കപ്പെട്ടിരിക്കുന്നു. വഅലൈഹാ ഗിതാ കൽബിഇരി വഅലൈഹൽ ഗിതാ, ഒരു കിണർ പോലെ ഞാൻ കണ്ടു, അത് മൂടിവെക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് അലൈഹിം നാറും മുഖ്സദ, നരകം അവരുടെ മേൽ മൂടിവെക്കുമെന്ന് ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം അതാ. നരകം മൂടിവെക്കപ്പെടാൻ കഴിയുന്നതാണ്. ഞാനത് കണ്ടു. ഫറഅയ്തു ഫീഹി ഉനാസൻ ഖദ് അറഫ്തുഹും, എനിക്ക് പരിചയമുള്ള മക്കക്കാരായ ഒരുപാട് ആളുകൾ അന്നാ നരകത്തിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഉടനെ പറഞ്ഞു, നഊദു ബില്ലാഹി മിനന്നാർ, അല്ലാഹുവേ, നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. ഫജാഅ സാലിസ്, മൂന്നാമതൊരു മാലാഖ വന്നു. ആ മലക്ക് വന്നിട്ട് പറഞ്ഞു, ലം തുറ, നിങ്ങൾ പേടിക്കണ്ട. ഞാനങ്ങ് ഞെട്ടിയുണർന്നു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് എന്റെ പെങ്ങളോട്, ഹഫ്സ ബീവിയോട് പറഞ്ഞു, ഹഫ്സ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോടൊന്ന് പറഞ്ഞു കൊടുക്കിൻ എന്റെ സ്വപ്നം, അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് പറഞ്ഞു തരാൻ പറയിൻ. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു അല്ലാഹുവിന്റെ റസൂലിനോട്, എന്റെ ആങ്ങള ഇങ്ങനെ സ്വപ്നം കണ്ടു നബിയെ. നിങ്ങൾ അതെങ്ങനെ കേട്ടിട്ട് പറഞ്ഞു, നിഅമർ റജുലു അബ്ദുല്ലാഹ്